പൊന്നാര ചങ്കളെ സൗകര്യമുള്ള ഒരു വീടും സ്ഥലമൊക്കെയാണ് നിങ്ങൾ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇതാക്കണം ഈ കാണുന്ന 3 ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വീടും മൊത്തം 16 സെന്റ് സ്ഥലം. നമ്മള് പൊയിനാച്ചി ബന്ദർക്ക സുള്ളിയ റൂട്ടിൽ പടുപ്പ് ടൗണിൽ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 10 അടി നടന്നു കഴിഞ്ഞാൽ അതാക്കണം ഈ കാണുന്ന പ്ലോട്ടിലേക്ക് എത്തിട്ടോ. അപ്പൊ ഈ ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും ശരിയായിട്ട് താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പളേ നമ്മളെ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ കുറ്റിക്കോൽ പഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കരുവേടകം വില്ലേജിലും പെട്ട സ്ഥലമാണ്. പിന്നെ ഇങ്ങോട്ട് എത്തേണ്ട കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പടുപ്പ് ടൗണിലാണ് നമ്മളെ പ്ലോട്ടിൽ കേട്ടോ. പടുപ്പ് ടൗണിലേക്കാണ് എത്തേണ്ടത്. പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ താലൂക്ക് വരുന്നത് കാസർഗോഡാണ്. ഇനി ഇങ്ങോട്ട് വരേണ്ട വഴി സൗകര്യം കൂടി ഒന്ന് കാണിച്ചു തരാം. പോയി നോക്കാം നമുക്ക്. ഇതാക്കുന്ന ബസ് ഇതാ വരുന്നുണ്ട്. അത് പൊയിനാച്ചിന്ന് വരുന്ന ബസ്സാണ്. പൊയിനാച്ചിന്ന് നേരെ ബന്ദർക്ക് എത്തും. പൊയിനാച്ചിന്ന് വരുമ്പോ ഏകദേശം 27 കിലോമീറ്റർ ദൂരമുള്ള കേട്ടോ. നേരെ 2 കിലോമീറ്റർ പോയാൽ ബന്ദർക്കാണ്. അവിടുന്ന് പിന്നെ നമുക്ക് നേരെ പോണ് സുള്ളിയിലോട്ടാണ്. സുള്ളിയിലോട്ട് ഒരു 20 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോ ബാംഗ്ലൂർ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിലും ബാംഗ്ലൂർക്ക് ഏകദേശം ഒരു 320 കിലോമീറ്റർ ദൂരമുള്ളത്. ഈ റോഡ് നേരെ ബാംഗ്ലൂർക്കാണ് എത്തുന്നത്. അപ്പൊ ഇങ്ങോട്ട് എത്തേണ്ട വഴി സൗകര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങോട്ട് എത്തേണ്ട ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഇതാക്കണം ഈ കാണുന്ന പാരഡൈസ് ഓഡിറ്റോറിയം ആണ് കാണുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ദൂരം നിന്നൊക്കെ വരുന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ ഇങ്ങോട്ട് വന്നിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങോട്ടത്തിന്റെ കറക്റ്റ് ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഈ പാരഡൈസ് ഓഡിറ്റോറിയം ആണ് കേട്ടോ. അപ്പൊ അതിന്റെ തൊട്ടടുത്താണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. അടുത്ത് കിടക്കുന്ന ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാങ്കാണ്, സൗത്ത് ഇന്ത്യ ബാങ്കാണ് ഈ കാണുന്നത്. പിന്നെ ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു പ്ലോട്ട് തന്നെയാണ് നമ്മളെ പടുപ്പ് ടൗൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളെ സ്ഥലത്തോട്ട് പോകേണ്ടതാ അതിലുള്ള ഒരു റോഡിനാണ് നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോകേണ്ടത്. ഇപ്പൊ ഇവിടെ വന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 10 അടി നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഇതാ ഈ കാണുന്ന ഈ റോഡിനാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഈ റോഡിനാണ് നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോകേണ്ടത്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നടന്നാൽ മതി. ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലം തന്നെയാണ്. നോക്കിയാൽ കാണുന്നോട്ടാണ് നമ്മൾ ഈ ഓഡിറ്റോറിയം ആണ് ഈ കാണുന്നത്. അതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മളെ സ്ഥലം വരുന്നത്. നിങ്ങൾ വരി പോയിട്ട് കാണിച്ചു കേട്ടോ. പിന്നെ ഇതാക്കണ് ഇവിടെ വന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഇതാക്കണ ബസ്സാണ് ഈ വരുന്നത്. ഇഷ്ടംപോലെ ബസ്സെല്ലാം ഉണ്ട്. ബന്ദർക്കയിലോട്ട് പോണ ബസ്സാണ് കേട്ടോ. ഇനി വരി നമുക്ക് റോഡിനകത്തോട്ട് അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഈ റോഡിനാണ് ഏത് വണ്ടി വേണേലും പോകാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാറോ ജീപ്പോ ഏത് വണ്ടി വേണേലും നമുക്ക് വരാൻ സൗകര്യത്തിനുള്ള വഴിയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഓഡിറ്റോറിയം ആണ് കാണുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് ആ കാണുന്നതാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. ആ വീടെല്ലാം കാണുന്നത് ആ മഞ്ഞപ്പൈൻ്റെ അടിച്ച് വീടുണ്ടെങ്കിൽ അതാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ഒന്ന് പോയിട്ട് കാണാം നമുക്ക്. ഇപ്പോഴേ ഇതാ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ പറമ്പ് ചുറ്റുഭാഗം ഇതേപോലെ മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കണം കേട്ടോ. ഗേറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. ഏത് വണ്ടി വേണേലും നമുക്ക് കാറും ജീപ്പോ ഏത് വണ്ടി വേണേലും വീടിന്റെ മുറ്റത്തോട്ട് വരാനുള്ള വഴി സൗകര്യം എല്ലാം ഉണ്ട്. നേരെ വണ്ടി മുറ്റത്തോട്ട് കൊണ്ടുപോയി നിർത്തട്ടോ. പിന്നെ ഇതാ മുറ്റൊക്കെ നല്ല തണലാണ്. ഇത് കണ്ടില്ല ഞങ്ങള് ഫ്രണ്ട് തന്നെ വലിയൊരു മാവ് ഉണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ. അതേപോലെ ഇതാ ഇനിയിപ്പോ ഈ ഒരു സൈഡിലോട്ട് നോക്കിയപ്പോഴേക്ക് ഇതാ പ്ലാവ് ഉണ്ട്. നിറയെ 3-4 പ്ലാവ് ഉണ്ട് ഈ ഭാഗത്തേക്ക്. നല്ല തണുപ്പ്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കിയേ ഇവിടെ ഇതാ കവുങ്ങുണ്ട്. ഈ സൈഡിൽ ഇതാ കവുങ്ങെല്ലാം നട്ടിട്ടുണ്ട്. അതുപോലെ വെള്ളത്തിന്റെ സൗകര്യത്തിന് നമ്മളെ പറമ്പിൽ 2 സോഴ്സുകൾ. ഒന്ന് ഈ കാണുന്ന ബോർവെല്ലും ഉണ്ട്. അതുപോലെ പിന്നെ ഇവിടെയാണ് നമുക്ക് കിണറുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇങ്ങോട്ട് വാ കാണിച്ചു തരാം. പിന്നെ ഇതാ തെങ്ങുണ്ട്. തെങ്ങ് ഏകദേശം ഒരു 5-8 തെങ്ങുണ്ട് നമ്മളെ പറമ്പിൽ. ഈ സൈഡിലെല്ലാം കണ്ടില്ലേ. അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വാ. അതെ വെള്ളത്തിന് നമുക്കൊരു കിണറുണ്ട്. ഇഷ്ടം പോലെ വെള്ളം കേട്ടോ. നോക്കണ നല്ല തെളിഞ്ഞ് കിടക്കണുണ്ടെങ്കില് നിറയെ വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ ഒന്നുമില്ല. പിന്നെ അതിന്റെ ചുറ്റുഭാഗം മേലെ ഭാഗം ഫുള്ള് ഇതുപോലെ നെറ്റ് അടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങോട്ട് വരെ നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ ഓരോന്നായിട്ട് കാണാം. നമ്മളെ ഈ ഒരു ബൗണ്ടറി മൊത്തം കോമ്പൗണ്ട് വാളെല്ലാം തിരിച്ചിട്ടേക്കാണ് കേട്ടോ. അതിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ ഒന്നും അങ്ങനത്തെ ഒരു ഇതുമില്ല. പിന്നെ അലക്കാനെല്ലാം അലക്കുകല്ലുണ്ടാവും. ഇപ്പൊ പുറത്തന്നെ പൈപ്പും എല്ലാം ആക്കിയിട്ടുണ്ട്. അലക്കല്ലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ ഇതുപോലെ പിന്നെ ആ ഭാഗങ്ങളിലോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ഇവിടെ പ്ലോട്ട് മുറിഞ്ഞു പോണ സ്ഥലം തന്നെയാണ് അല്ലെ. ഇതൊക്കെ ഓരോരുത്തരുടെയും സ്ഥലങ്ങളാണ്. ഇനിയിപ്പോ ഇവിടെയൊക്കെ വീടുകളൊക്കെ വരാനുള്ളതാണ്. ഇതാ ബാക്ക് സൈഡിലോട്ട് അവിടെയും വീട് ഉണ്ട്. കണ്ടില്ലേ ആ മതിലിനെ ചാരി തന്നെ വീട്. പിന്നെ നോക്കിയ പ്ലാവ് കണ്ടെങ്കിൽ ചക്കൊക്കെ കായ്ച്ചു തുടങ്ങിട്ടോ. നിറയെ കായ്ക്കുണ്ട്. താഴ്ന്ന് മേലെ വരെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാല് അല്ലേ. പിന്നെ നമുക്ക് ഇവിടെ കുരുമുളക് എല്ലാം ഉണ്ട് കേട്ടോ. ഈ പ്ലാവേ കൂടി എല്ലാം കുരുമുളക് എല്ലാം നട്ടുപിടിച്ചിട്ടുണ്ട്. കൊടിയെല്ലാം പിടിപ്പിച്ചാണ്ടില്ലേ. അത്യാവശ്യം നല്ല കായ്ക്കുന്നതാണ്. പിന്നെ ഇതാ ചക്കപ്പഴത്തിന്റെ മരം ഉണ്ട് നമുക്ക്. ഇതാ ഈ കാണുന്നത് ചക്കപ്പഴത്തിന്റെ മരം കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്കെല്ലാം ഓരോ കായ ആയിക്കഴിഞ്ഞാലൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ കൊടുക്കാനൊക്കെ. പിന്നെ വീടിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ
അതെ. അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം കൂടി, മണ്ണുള്ള സ്ഥലം തന്നെ അല്ലേ? നല്ല മണ്ണുള്ള സ്ഥലമാണ്. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇതിനകത്ത് ഒരു വാഴ അതുപോലെ പയറെല്ലാം നട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള കൃഷിയെല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ വേറെ ചേനയും ചേമ്പൊക്കെ നടാനുള്ള മണ്ണെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, കുരുമുളക് ഉണ്ടായത് കണ്ടില്ലേ, നിറയെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിനൊക്കെ ഇഷ്ടംപോലെ കുരുമുളക് കിട്ടുന്നതാണ് കേട്ടോ. നിറയെ കായ്ച്ചു കിടക്കുന്നുണ്ട്. ആ കാണുന്നതാണ് ടൗൺ എന്ന് പറഞ്ഞ പടപ്പ് ടൗൺ ആണ്. നടക്കാനുള്ള ദൂരം ആ കുറ്റിക്കോൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ് കാണുന്നത് കേട്ടോ, ഉണ്ടല്ലേ. പിന്നെ നേരെ ഫ്രണ്ട് തന്നെ ഓഡിറ്റോറിയം. നമ്മള് ഈ ഒരു സൈഡിൽ നമുക്ക് ഇവിടെ വലിയൊരു പുളിമരം ഉണ്ട് കേട്ടോ. നല്ല വലിയ മരമാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. മിറ്റം നല്ല തണുപ്പാണ്. സൗകര്യമുള്ള ഒരു സ്ഥലമൊക്കെ തെരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ലൊരു കിടിലം കിടക്കാച്ചി പ്ലോട്ട് തന്നെ. അതായത് ബസ്സൊന്നും ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പ്ലോട്ടിക്ക് വീട്ടിലേക്ക് നടന്നെത്തണം. പിന്നെ നമുക്ക് പള്ളിയിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ പള്ളി നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോലും നടന്നു. ഇവിടെ പടുപ്പ് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്രിസ്ത്യൻ പള്ളി ഉണ്ട്, അതുപോലെ മുസ്ലിം പള്ളി ഉണ്ട്, അമ്പലങ്ങൾ പിന്നെ ഇവിടെ അടുത്തുള്ള ഇഷ്ടംപോലെ അമ്പലങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോ ഏത് പാതിരാത്രിക്ക് നമ്മൾ എവിടെ പോയി വരികയാണെന്നുണ്ടെങ്കിലും നേരം പോയാലൊന്നും ഒരു വിഷയമില്ല. നേരെ 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് എത്തുകയും ചെയ്യും കേട്ടോ. വേറെ വണ്ടി വിളിച്ചിട്ട് പോകേണ്ട അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി വരി നമുക്ക് വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ട്. ഓപ്പൺ സിറ്റ് ഔട്ട് ആണ്. നല്ല സൗകര്യമുള്ള ഒരു വീടാണ് കേട്ടോ. മൊത്തം 3 ബെഡ്റൂമൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിന് വരുന്നത്. നിലത്തിന്റെ ഒക്കെ ടൈലാണല്ലോ, വൈറ്റ് കളറിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. നല്ല നീറ്റ് ആയിട്ടുള്ള വീടാണ്. ഇനി നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ഈ വീടിന്റെ ജനല്, വാതില്, കട്ടില്, എല്ലാ സാധനങ്ങളും ഇതൊക്കെ ഫുള്ള് മരത്തിന്റെ തന്നെയാണ് കണ്ടില്ലേ. ഒക്കെ മരത്തിന്റെ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വരും ഹാളിലേക്ക്. ഹാളിലോട്ട് വരുമ്പോൾ ഹാള് നല്ല സൗകര്യമുള്ള വലിയ ഹാൾ തന്നെയാണ് കണ്ടില്ലേ. നല്ല വലിയ ഹാൾ തന്നെയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഒരു വലിയ സോഫ സെറ്റ് കെട്ട് കഴിഞ്ഞാലൊക്കെ എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനൊക്കെ സൗകര്യത്തിനുള്ള അത്രയും വലിയ ഹാളാണ്. ഈ ഭാഗത്ത് നമുക്കൊരു ഷെൽഫ് എല്ലാം ഉണ്ട്. സ്ലൈഡിങ് ഗ്ലാസ് ആണ് ഇതിന് ഷെൽഫിനെല്ലാം ആക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് ഇതാ ഈ സൈഡിലേക്ക് ഒരു 4 കള്ളി ജനലുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് ആണെങ്കിൽ ഇവിടേക്ക് ഒരു 3 കള്ളി ജനലുണ്ട്. ഇവിടെ ഒരു വാഷിംഗ് ഏരിയ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനി ഹാളിൽ തന്നെ ഈ സൈഡിലേക്ക് ഇവിടെ എന്താ ഒരു സ്ലൈഡിങ് ഗ്ലാസ് ഒക്കെ ആയിട്ട് ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ടൊരു 3 കള്ളി ജനലുണ്ട്. ഇനി നമുക്ക് റൂമുകളൊക്കെ ഓരോന്നായിട്ട് കാണാം കേട്ടോ. മൊത്തം 3 റൂമാന്നുള്ളത് നേരത്തെ പറഞ്ഞില്ലേ. ഇതാണ് ആദ്യത്തെ റൂം. അങ്ങോട്ട് വന്ന് നോക്കി നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ റൂം. നല്ല നീറ്റായി കിടക്കണം കേട്ടോ. എവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മളൊരു വീട്ടില് അങ്ങനെ താമസമൊന്നുമില്ല. കണ്ടില്ല, നിലമൊക്കെ ഫുള്ള് വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി പിന്നെ നമുക്ക് റാക്കെല്ലാം ഉണ്ട്. ഈ സൈഡിൽ അവിടെ റാക്കെല്ലാം ഉണ്ട്. റാക്ക് ഷെൽഫ് എല്ലാ സംഭവം ഉണ്ട്. ഇങ്ങോട്ട് പോവാം. അടുത്ത റൂം കാണാം നമുക്ക് കേട്ടോ. രണ്ടാമത്തെ റൂം വരുന്നത് നമുക്ക് ഈ സൈഡിലേക്കാണ്. റൂമുകളെല്ലാം നല്ല സൗകര്യമുള്ള റൂമുകളാണ്. ഒന്ന് നോക്കിയാൽ നല്ല നീറ്റായിട്ടുള്ള വീടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, റാക്ക് ഉണ്ട്, ഷെൽഫ് ഉണ്ട്, അതുപോലെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള. ഇപ്പോൾ നിലവിൽ ഈ റൂമിൽ 2 കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു അലമാരയും കൂടി ഇടാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ എല്ലായിടത്തും ഒരേ കളർ വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. നമുക്കിതിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട്. ബാത്റൂം ആണെങ്കിലും വലിയ ബാത്റൂമാണ്. ബാത്റൂമിന്റെ ഒക്കെ ടൈല് വേറെ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. നീറ്റായിട്ട് നോക്കുന്നുണ്ടല്ലോ വീട്. അതെ, നല്ല നീറ്റായിട്ടുള്ള നീറ്റായിട്ട് കിടക്കുന്ന ഒരു വീട്. നല്ല വൃത്തിയുണ്ട്. നല്ല രീതിക്ക് നോക്കുന്നത്. പിന്നെ നമുക്ക് 3ാമത്തെ റൂം ഈ സൈഡിലാണുള്ളത്. ആളെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ 3ാമത്തെ റൂം. 3 റൂമും ഒരേപോലെ വലിയ റൂമാണ്. ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. ഇങ്ങോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുള്ള റാക്ക് ഉണ്ട്. പിന്നെ ജനൽ ഈ സൈഡിലേക്ക് ഒരു സിംഗിൾ ജനലുണ്ട്. അതുപോലെ ആ സൈഡിലേക്ക് ഒരു 3 കള്ളി ജനലുണ്ട്. റൂമെല്ലാം സെയിം ആണ്. ഒരേപോലെ വലിയ റൂമാട്ടോ. സൗകര്യമുള്ള വലിയ റൂമാണ്. എന്നാലും ഒരേ കളർ ടൈലാണ് എല്ലായിടത്തും. ഇനി നമുക്ക് അടുത്ത് കാണാനുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് അടുക്കള ഉള്ളത് കേട്ടോ. ഈ സൈഡിൽ അടുക്കളയാണെങ്കിലും നല്ല സൗകര്യമുള്ള അടുക്കളയാണ്. വലിയ അടുക്കള തന്നെയാണ്. അടുക്കളയിലോട്ട് വന്നു കഴിഞ്ഞാൽ അടുക്കളയിലെ ടൈല് വേറെ കളറിലുള്ള ടൈല്, വേറെ ഡിസൈനാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ പാതകം കണ്ടില്ലേ, പാതകം എല്ലാം ഉണ്ട്. ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാൻ സൗകര്യത്തിനുള്ള പാതകം എല്ലാം ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫാബ്രിക്കേഷന്റെ വർക്കെല്ലാം ഇതെല്ലാം ഫുള്ള് മരത്തിന്റെ ആണ്. ഈ സ്റ്റോറേജ് സ്പേസ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഫുള്ള് മരമാണ്. പിന്നെ ഇതിന്റെ ഭിത്തിയിലെല്ലാം ഫുള്ള് ടൈൽസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാനൊക്കെ സുഖമാണ്. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. സ്ലൈഡിങ് ആണ്. ഇവിടെ ഗ്ലാസ് ഇട്ടേക്കാണ്. അതുപോലെ ഇവിടെ നമുക്ക് പൊടികളും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ഷെൽഫെല്ലാം നമുക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഫുള്ള് മരത്തിന്റെ ആണ് ഇതിന്റെ ഫ്രെയിമെല്ലാം. പിന്നെ റാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ആലുവാടുപ്പാണ്, വിറകടുപ്പുള്ളത്. വിറക് കത്തിക്കണമെങ്കിൽ വിറക് കത്തിക്കാം. അതല്ലെങ്കിൽ ഗ്യാസ് ഇവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ട്.
ഇതിന് ഈ പാതകത്തിനുകൊണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ ഇവിടെയാണ് സ്റ്റോർ റൂം വരുന്നത് കേട്ടോ. സ്റ്റോർ റൂം ആണെങ്കിലും നല്ല സൗകര്യമുള്ള സ്റ്റോർ റൂം തന്നെയാണ്, കണ്ടില്ലേ, നല്ല വലിയ സ്റ്റോർ റൂമാണ്. പിന്നെ അതിന്റെ മുകളിലോട്ട് നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് മുകളിലോട്ട് ഉണ്ട്, കണ്ടില്ലേ, കുരുമുളക്, അടയ്ക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു സ്പേസ് മേലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുക്കളയിൽ നമ്മൾ ഇങ്ങോട്ട് വർക്ക് ഏരിയയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ ആണെങ്കിലും നല്ല വെളിച്ചമുണ്ട് കേട്ടോ. നല്ല വലിയ വർക്ക് ഏരിയ തന്നെയാണ്, കണ്ടില്ല, നല്ല നീളമുള്ള വർക്ക് ഏരിയ ആണ്. ഇതിന്റെ ഈ ചുറ്റുഭാഗവും ഈ സൈഡിലെല്ലാം ഫുള്ള് ഗ്രില്ലിട്ടേക്കാണ് കേട്ടോ. അതുകൊണ്ട് പൂച്ചകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കയറൊന്നുമില്ല. ഫുള്ള് അടച്ചുറപ്പാക്കിയിട്ടുണ്ട്, ഡോറെല്ലാം വെച്ച്, കണ്ടില്ലേ, ഗ്രില്ലെല്ലാം ഇട്ട് ഡോറെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അരയ്ക്കാനുള്ള അതുകൊണ്ടല്ലേ അരകല്ലൊക്കെ വെച്ചിട്ടുണ്ടല്ലേ, അതിനുള്ള ഒരു പാതകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാത്രം എല്ലാം കഴുകാം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കാന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ വീടുകളെല്ലാം ഉള്ളത് കാണാൻ നമുക്ക് കേട്ടോ. ഇവിടെ തന്നെ കാണാം, ഇഷ്ടംപോലെ വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൂടി ഉണ്ട്. ബാത്റൂം ആണെങ്കിലും സൗകര്യമുള്ള വലിയ ബാത്റൂം തന്നെയാണ്, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. അപ്പൊ നമ്മളെ വീടിന്റെ അകത്തുനിന്നുള്ള സൗകര്യങ്ങൾ ഇത്രയ്ക്കാണ് കേട്ടോ. നല്ല സൗകര്യമുള്ള വീടാണ്. ഇനിയിപ്പോ നമുക്ക് സ്കൂളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരത്തിൽ പഠിപ്പിലെത്തി കഴിഞ്ഞാൽ, പഠിപ്പ് കഴിഞ്ഞിട്ട് അല്ലേ, സാൻജിയോ സ്കൂൾ ഉണ്ടല്ലേ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബന്ദർക്കൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട്. ഹോസ്പിറ്റൽ സൗകര്യത്തിന് നമുക്ക് ബന്ദർക്കൽ ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു പ്ലോട്ടിന്റെ അടുത്ത് ഏകദേശം അവൈലബിൾ ആണ് അല്ലേ. അതെ. അപ്പൊ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള ഒരു കിടിലൻ പ്ലോട്ട് തന്നെയാണ്. ഇതേപോലെ ഈ ഒരു ഏരിയയിൽ വീടൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ വീടിന്റെ സ്ഥലത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ പടുപ്പ് ടൗണിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. പാർട്ടി ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്ഥലം, ഈ ഒരു വീട് സ്ഥലമൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ ഇതേപോലെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.